ഹലോ, ഞാൻ സ്കൂളിൽ പഠിച്ചതും ഇപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുമായ ഡെമോക്രസി എന്ന് പറയുന്നത് ഇതാവാൻ പാടില്ലായിരുന്നതാണ്. കുഞ്ഞുനാൾ തൊട്ട് എബ്രഹാം ലിങ്കൻ്റെ ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന കോട്ട് കേട്ടുകൊണ്ടും മനഃപ്പാടമാക്കിക്കൊണ്ടുമാണ് ജീവിച്ചു വന്നത്. ഇന്ന് ക്ലാസ് റൂമിൽ അതേ കൂട്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. ലോകത്തിലെ തന്നെ ജനാധിപത്യത്തിലെ ഏറ്റവും പേര് കേട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്നറിയപ്പെടുന്ന ഭാരതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോക മനസാക്ഷിയെ തന്നെ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനെയും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഞാനിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും എതിർക്കുന്നതുമില്ല. പകരം ഒരു അധ്യാപിക, നാളത്തെ ഭാവി കുഞ്ഞുങ്ങളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടീച്ചറായിട്ട് ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ശരിയായിരിക്കാം, കുഞ്ഞുങ്ങൾ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19(1)B, അതായത് സമാധാനമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനും കൂടിച്ചേരാനും അസോസിയേഷൻ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരു മൗലിക അവകാശമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ അവകാശത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ കുട്ടികൾ അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന് മേ ബി അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ അല്ലെങ്കിൽ ആ ഒരു പേരോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് അത് കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണമല്ലേ. നാളത്തെ ഭാവി ആ കുഞ്ഞുങ്ങളിലാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നതല്ലേ നമ്മളുടെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ അവർ പ്രവോക്ക് ചെയ്തെങ്കിൽ തന്നെയും അതിനെ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല. ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും കൊടൂരവും നിഷ്കൃഷ്ടവുമായ രീതികളിലൂടെ ആയിരുന്നില്ല, നികൃഷ്ടവുമായ രീതികളിലൂടെ ആയിരുന്നില്ല ആ കുഞ്ഞുങ്ങളെ നേരിടേണ്ടിയിരുന്നത്. ഇന്ന് ലോക മനസാക്ഷിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആ വലിയൊരു സിദ്ധാന്തത്തിൻ്റെ മുന്നിൽ ഭാരതത്തിന് ഇനി തല ഉയർത്തി നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും വാ തുറന്നിട്ടില്ലാത്ത ഭരണകർത്താക്കളെ അവിടെ തല്ലിച്ചതയ്ക്കപ്പെടുന്നത് നാളെയുടെ പ്രതീക്ഷകളാണ് എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നെയിം ബാഡ്സ് ധരിക്കാത്ത പോലീസുകാരെ വിട്ട് അവരെ തല്ലിക്കുന്നത്? ഈ രണ്ടേ ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം നൽകൂ. ഇനിയും നിശബ്ദരായിരുന്നുകൂടാ. ഇനിയും നമ്മൾ വായടച്ചിരുന്നാൽ നാളെ ഇവിടെ ജനാധിപത്യം ഇല്ലാതെയാകും. നാളെ ഇന്നത് തലസ്ഥാന നഗരിയിലാണെങ്കിൽ ഇന്ന് വേറെ ആരുടെയൊക്കെയോ മക്കളാണെങ്കിൽ നാളെ ഇത് നമ്മുടെ മക്കളായിരിക്കും, നാളെ ഇത് നമ്മുടെ കേരളത്തിലായിരിക്കാം. അതുകൊണ്ട് ജനാധിപത്യത്തെ മരിക്കാൻ അനുവദിച്ചുകൂടാ, പ്രതികരിച്ചേ മതിയാവൂ.